Hi all, welcome back to my channel. ഇന്നത്തെ റെസിപ്പി കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ ബർഗർ ആണ്. നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്ക് ആണ് ബർഗർ. അതുമാത്രമല്ല നല്ല ഹെവി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കും കൂടിയാണ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. രണ്ട് രീതിയിൽ പാറ്റീസ് ഇവിടെ ചെയ്യുന്നുണ്ട്. ഒന്ന് ഹോം മെയ്ഡ് ആയിട്ടുള്ള പാറ്റീസും ഒന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പാറ്റീസും വെച്ചിട്ട് ബർഗർ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഹോം മെയ്ഡ് പാറ്റീസ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ബോൺലെസ് ചിക്കൻ പീസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മല്ലിയില, ചെറിയൊരു പീസ് ഉള്ളി, ആവശ്യത്തിന് കുരുമുളക്, ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പൗഡർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ കട്ട്ലറ്റിനൊക്കെ പരത്തിയെടുക്കുന്ന ആ ഒരു ഷേപ്പിൽ ഇതുപോലെ പരത്തിയെടുത്തിട്ട് നന്നായിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാൻ പാടില്ല, സൺഫ്ലവർ ഓയിൽ ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് റെഡി ആയാൽ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് കൂടുതൽ ടൈം വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക, ചിക്കൻ കുക്കാവാത്തതുകൊണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ബർഗർ പാറ്റീസ്. ഇത് ചിക്കൻ്റെ ബർഗർ പാറ്റീസ് ആണ്. അപ്പോൾ ബീഫിൻ്റെ ബർഗർ പാറ്റീസൊക്കെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് നേരത്തെ പാറ്റീസ് തയ്യാറാക്കിയ സെയിം ഓയിലിട്ട് തന്നെ രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കൂടുതൽ ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ കുറച്ച് ഓയിലിട്ടിട്ട് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ മുഴുവൻ പാറ്റീസും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ബർഗർ ബന്ന് കിട്ടിയിട്ടില്ലായിരുന്നു. ഈ ഒരു ബന്ന് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ആദ്യം നമുക്ക് മയോണൈസ് പുരട്ടി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ തന്തൂരി മയോണൈസാണ് പുരട്ടി കൊടുക്കുന്നത്. സാധാ മയോണൈസ് യൂസ് ചെയ്താലും മതി. അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇനി അതിന് മുകളിലേക്ക് നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി, തക്കാളി ഓരോ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. തക്കാളിയുടെ മുകളിലായിട്ട് നല്ല ചൂടായിട്ടുള്ള പാറ്റീസ് വെച്ച് കൊടുക്കാം. സ്ലൈസ് ചീസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചീസ് കുറച്ചൊന്ന് മെൽട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചൂടോട് കൂട്ടിയിട്ടുള്ള പാറ്റീസ് വെച്ച് കൊടുക്കാൻ പറയുന്നത്. ഇനി അതിന് മുകളിലേക്ക് ഒരു ലെറ്റ്യൂസ് ലീവ്സ് വെച്ച് കൊടുക്കുക. നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബണ്ണും കൂടി വെച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബർഗർ റെഡിയായി. അപ്പോൾ ടോപ്പിൽ നമുക്ക് കുറച്ച് കെച്ചപ്പും കൂടി പുരട്ടി കൊടുക്കാം കേട്ടോ. ഞാൻ ആ ഒരു വീഡിയോയിൽ വിട്ടുപോയതാണ്. അപ്പോൾ മയോണൈസ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഏത് മയോണൈസ് ആയാലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിരുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ. താങ്ക് യു.